നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. കെയറർ അലവൻസ് പിഴവുകൾ 357 ദശലക്ഷം പൗണ്ട് തിരിച്ചുപിടിച്ചു. ബ്രിട്ടനിൽ കഴിഞ്ഞ 6 വർഷത്തിനിടെ കെയറർ അലവൻസ് പേയ്മെൻറ്റുകളിൽ 357 ദശലക്ഷം പൗണ്ട് പിഴവായി നൽകിയതായി കെയറേഴ്സ് UK കണ്ടെത്തി. ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ വർക്ക് ആൻഡ് പെൻഷൻസിൻ്റെ പിഴവുകൾ മൂലം വരുമാന നിയമങ്ങൾ ലംഘിച്ച കെയറർമാർക്ക് വൻ തുക കടമായി. 2019 DWD പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും VEP ടൂൾ ഉപയോഗിച്ച് മുന്നറിയിപ്പുകളുടെ പകുതി മാത്രമാണ് പരിശോധിച്ചത്. ഇതോടെ ലക്ഷക്കണക്കിന് കെയറർമാർക്ക് 1000 പൗണ്ട് മുതൽ 20,000 പൗണ്ട് വരെ തിരിച്ചടവ് ബാധ്യതയുണ്ടായി. 2,62,000-ലധികം ഓവർ പേയ്മെൻറ്റുകൾ തിരിച്ചുപിടിച്ചതായി നാഷണൽ ഓഡിറ്റ് ഓഫീസ് റിപ്പോർട്ട് ചെയ്തു. DWPയുടെ അനാസ്ഥയെ വിമർശിച്ച കെയറർ ഗൈ ഷഗർ ഈ കടങ്ങൾ എഴുതിത്തള്ളണമെന്ന് ആവശ്യപ്പെട്ടു. മന്ത്രിമാർ 8 ലക്ഷം പൗണ്ട് നിക്ഷേപിച്ച് VEP മുന്നറിയിപ്പുകൾ 100% പരിശോധിക്കാൻ തീരുമാനിച്ചു. DWD വക്താവ് പറയുന്നത് ഓവർ പേയ്മെൻറ്റ് കുറഞ്ഞ നിലയിലാണെന്നും കടങ്ങൾ തടയാൻ കൂടുതൽ ജീവനക്കാരെ നിയമിക്കുമെന്നുമാണ്. NHS മാതൃത്വ സംരക്ഷണം 2500 കുഞ്ഞുങ്ങളുടെ മരണം തടയാമായിരുന്നു. NHS മാതൃത്വ സംരക്ഷണം മെച്ചപ്പെടുത്തുന്നതിൽ വൈകിയതിനാൽ 2018 മുതൽ 2500 കുഞ്ഞുങ്ങളുടെ മരണം തടയാമായിരുന്നുവെന്ന് ടോമീസ് സയൻസ് എന്നിവയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2015-ൽ 2025ഓടെ മരണനിരക്ക് പകുതിയാക്കുമെന്ന് ജെർമി ഹണ്ട് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ 2023 മരണനിരക്ക് 3.9 ആയിരുന്നു. 565 അധിക മരണങ്ങൾ ഉണ്ടായി. നവജാത ശിശു മരണനിരക്കും 1.4-ൽ തുടരുന്നു. മുൻകൂർ ജനന നിരക്ക് 6% എന്ന ലക്ഷ്യത്തിന് പകരം 7.3 മുതൽ 8.1% വരെയായി. 5.8% കൂടുതൽ മിഡ്വൈഫുകളെ നിയമിച്ചതായും മാതൃമരണ വ്യത്യാസം ഇല്ലാതാക്കാൻ ലക്ഷ്യമിടുന്നതായും മന്ത്രി ജില്ലിയൻ മെറോൺ പറഞ്ഞു. ബ്രെക്സിറ്റ്. ബ്രിട്ടീഷ് യാത്രക്കാർക്ക് ഇ-ഗേറ്റ് ഒക്ടോബറിൽ. EU-UK ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ച ഇ-ഗേറ്റ് കരാർ ഒക്ടോബർ 2025 മുതൽ മാത്രമേ ബ്രിട്ടീഷ് യാത്രക്കാർക്ക് ലഭ്യമാകൂ. 2026 വരെ ഘട്ടം ഘട്ടമായി ഇത് നടപ്പാക്കും. ഇതുവരെ ബ്രിട്ടീഷ് പാസ്പോർട്ടുകൾ സ്റ്റാമ്പ് ചെയ്യേണ്ടതുണ്ട്. ഇത് യാത്രാ നിയന്ത്രണങ്ങൾ നിരീക്ഷിക്കുന്നു. പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ ഇ-ഗേറ്റ് ഉപയോഗം വൻ ക്യൂകൾ ഒഴിവാക്കുമെന്ന് അവകാശപ്പെട്ടെങ്കിലും എല്ലാ EU രാജ്യങ്ങളും ഇത് അംഗീകരിക്കേണ്ടതുണ്ട്. ഇ-ഗേറ്റ് ഉപയോഗം ബയോമെട്രിക് ഡേറ്റയെ ആശ്രയിക്കുന്ന ES സിസ്റ്റം നടപ്പാക്കുന്നതോടെ പൂർണ്ണമാകും. സ്പെയിൻ ഇ-ഗേറ്റ് ഉപയോഗം അനുവദിക്കുമെന്ന് സ്ഥിരീകരിച്ചു. എന്നാൽ ES 3 തവണ വൈകിയതിനാൽ യാത്രക്കാർക്ക് 2026 വരെ കാത്തിരിക്കേണ്ടി വരും. നഴ്സുമാർക്ക് വേതന വർധന. സർക്കാരിന് മുന്നറിയിപ്പ്. റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് തലവൻ പ്രൊഫസർ നിക്കോള റേഞ്ചർ 90% സ്ത്രീകൾക്കും നഴ്സിംഗ് പ്രൊഫഷന് വേതനവും മൂല്യവും ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞു. വേതന വർധനയില്ലെങ്കിൽ നഴ്സുമാരുടെ ക്ഷമ നശിക്കുമെന്നും സമരം സാധ്യമാണെന്നും മുന്നറിയിപ്പ് നൽകി. ഹെൽത്ത് സെക്രട്ടറി വെസ്ട്രീറ്റിംഗിൻ്റെ ഉദ്ദേശങ്ങൾ നല്ലതാണെങ്കിലും പ്രവൃത്തി വേണമെന്ന് റേഞ്ചർ ആവശ്യപ്പെട്ടു. RCN ജൂനിയർ നഴ്സുമാർക്ക് ബാൻഡ് 5-ൽ നിന്ന് 6-ലേക്ക് ഓട്ടോമാറ്റിക് പുരോഗതിയും ന്യായമായ വാർഷിക വേതന വർധനയും ആവശ്യപ്പെടുന്നു. സർക്കാർ നഴ്സിംഗ് നിക്ഷേപം വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ആരോഗ്യ പരിഷ്കരണങ്ങൾ പരാജയപ്പെടുമെന്ന് റേഞ്ചർ വ്യക്തമാക്കി. യുക്മ കേരളപൂരം വള്ളംകളി 2025 ടീം രജിസ്ട്രേഷന് തുടക്കമായി. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസാന തീയതി ജൂൺ 7 ശനിയാഴ്ചയായിരിക്കുമെന്ന് ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ അറിയിച്ചു. അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ്റെ നേതൃത്വത്തിലുള്ള യുക്മ ദേശീയ സമിതി യുക്മ കേരളപൂരം 2025 വിജയത്തിലെത്തിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. 2017 ജൂലൈ 29-ന് മാമൻ ഫിലിപ്പ് പ്രസിഡന്റായിരുന്ന യുക്മ ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ആദ്യമായി വള്ളംകളി നടത്തിയത്. ഇത്തവണ പല ടീമുകളും ഇതിനോടകം തന്നെ പരിശീലനത്തിന് ഇറങ്ങി മികച്ച പോരാട്ടം കാഴ്ചവെക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. വള്ളംകളി മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി കൂടുതൽ ടീമുകൾ രംഗത്ത് വരുന്നതിനായി യുക്മ നേതൃത്വത്തിന് മുൻപാകെ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഓരോ ബോട്ട് ക്ലബ്ബുകൾക്കും 20 അംഗ ടീമുകളെയാണ് രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുന്നത്. പ്രാദേശിക അസോസിയേഷനുകൾ, വിവിധ സ്പോർട്സ് ക്ലബ്ബുകൾ, ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ബോട്ട് ക്ലബ്ബുകളായി ടീമുകളെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ വർഷം മത്സരം നടത്തപ്പെട്ട അതേ മോഡൽ വള്ളങ്ങൾ തന്നെയാവും മത്സരങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഇവ കേരളത്തിലെ ചുരുളൻ, വെപ്പ് വള്ളങ്ങൾക്ക് സമാനമായ ചെറുവള്ളങ്ങളാണ്. ഓരോ ടീമിലും 20 അംഗങ്ങൾ ഉള്ളതിൽ 16 പേർ മത്സരം നടക്കുമ്പോൾ തുടക്കക്കാരായും ഒരാൾ ഡ്രമ്മറായും ഉണ്ടാവും. മറ്റ് 3 പേർ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും.
ടീം അംഗങ്ങൾ മലയാളികളായിരിക്കണം. കേരളത്തിന് പുറത്ത് ജനിച്ചു വളർന്ന മലയാളി മാതാപിതാക്കളുടെ മക്കളും ഇതിൽ ഉൾപ്പെടും. മത്സരത്തിനുള്ള ടീമുകളിൽ പുരുഷ വനിത വ്യത്യാസമില്ലാതെ അംഗങ്ങളെ ചേർക്കാവുന്നതാണ്. എല്ലാ ടീമുകളിലെയും അംഗങ്ങൾക്കുള്ള ജേഴ്സികൾ സംഘാടക സമിതി നൽകുന്നതായിരിക്കും. നെഹ്റു ട്രോഫി വള്ളംകളി പോലെ ടീം ക്യാപ്റ്റൻ മത്സരത്തിനായി ഇറങ്ങണമെന്നില്ല. രജിസ്ട്രേഷൻ ഫീസ് ടീമുകൾക്ക് 500 പൗണ്ടായിരിക്കും. ഇത് ടീം ക്യാപ്റ്റന്മാരാണ് നൽകേണ്ടത്. കോർപ്പറേറ്റ് ടീമുകൾക്ക് 750 പൗണ്ടായിരിക്കും രജിസ്ട്രേഷൻ ഫീസ്. നിയമാവലി സംബന്ധിച്ച വിവരങ്ങൾ ടീം രജിസ്ട്രേഷൻ അവസാനിച്ചതിന് ശേഷം നടത്തപ്പെടുന്ന ക്യാപ്റ്റന്മാരുടെ യോഗത്തിൽ അറിയിക്കുമെന്നും സംഘാടക സമിതി അറിയിച്ചു. വനിതകൾക്ക് മാത്രമായി നെഹ്റു ട്രോഫി മോഡലിൽ പ്രദർശന മത്സരം ഉണ്ടായിരിക്കുന്നതാണ്. വനിതാ ടീമുകളും ജൂൺ 7-നുള്ളിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ, പ്രസിഡന്റ്, ജയകുമാർ നായർ, ജനറൽ സെക്രട്ടറി എന്നിവരുമായി ബന്ധപ്പെടേണ്ടതാണ്. UK സൂപ്പർ മാർക്കറ്റുകൾ പുതിയ പേയ്മെൻറ്റ് ഓപ്ഷൻ. ടെസ്കോ, സെയിൻസ്ബറി, മോറിസൺസ്, വെയ്റ്റോസ് എന്നീ UK സൂപ്പർ മാർക്കറ്റുകൾ ലെറ്റ്സ് മേക്ക് എ മീൽ ഓഫ് ഇറ്റ് ക്യാമ്പയിൻ്റെ ഭാഗമായി പുതിയ പേയ്മെൻറ്റ് ഓപ്ഷൻ അവതരിപ്പിക്കുന്നു. ഷോപ്പർമാർക്ക് അവരുടെ ഷോപ്പിംഗ് തുക റൗണ്ട് അപ്പ് ചെയ്ത് ദാനം ചെയ്യാം. ഈ ദാനം ഫെയർ ഷെയർ ചാരിറ്റിക്ക് നൽകും. 1 പൗണ്ട് ഓരോ ദാനവും 5 ഭക്ഷണങ്ങൾ നൽകും. യൂത്ത് ക്ലബ്ബുകൾക്കും കമ്മ്യൂണിറ്റി ഭക്ഷണ കേന്ദ്രങ്ങൾക്കും ഇത് ഗുണം ചെയ്യും. UK-യിൽ 7-ൽ-1 വിശപ്പിനെ അഭിമുഖീകരിക്കുന്നതിനാൽ 4.6 ദശലക്ഷം ടൺ ഭക്ഷ്യയോഗ്യമായ ഭക്ഷണം പാഴാക്കുന്നു. അലയൻസ് ഫുഡ് സോഴ്സിംഗ് എന്ന പുതിയ സഖ്യം ഭക്ഷ്യ വിതരണ ശൃംഖലയിലെ മാലിന്യം കുറയ്ക്കാൻ ശ്രമിക്കും. മെയ് 19 മുതൽ 7 മുതൽ 14 ദിവസത്തേക്ക് ഈ ക്യാമ്പയിൻ നടക്കും. UK-യിലെ വീടുകളിൽ ശനിയാഴ്ചകളിൽ രാവിലെ 8 മണി മുതൽ 1 മണി വരെയുള്ള ശബ്ദ നിയന്ത്രണങ്ങൾ ലംഘിച്ചാൽ 5000 പൗണ്ട് വരെ പിഴ ചുമത്തപ്പെടാം. വേനൽക്കാലം അടുക്കുന്നതോടെ ബ്രിട്ടീഷുകാർ ഗാർഡനുകളിൽ കൂടുതൽ സമയം ചെലവഴിക്കുമെങ്കിലും ശബ്ദ നിയന്ത്രണ നിയമങ്ങളെക്കുറിച്ച് 48% പേർക്കും അറിവില്ല. രാത്രി 11 മണി മുതൽ രാവിലെ 7 വരെ ശബ്ദം കുറഞ്ഞ നിലയിൽ നിലനിർത്തണം. ഇത് ഉച്ചത്തിലുള്ള സംഗീതം, പാർട്ടികൾ, നായയുടെ കുര, വാഹന ശബ്ദങ്ങൾ, ലോൺ മോവർ, വാഷിംഗ് മെഷീൻ എന്നിവയുടെ ഉപയോഗവും ഇതിൽ ഉൾപ്പെടുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 8 മണി മുതൽ 6 മണി വരെയും ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ 1 മണി വരെയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശബ്ദ നിയന്ത്രണമുണ്ട്. ഞായറാഴ്ചകളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നിരോധിച്ചിരിക്കുന്നു. നിയമലംഘനം നടത്തിയാൽ അബേറ്റ്മെൻറ്റ് നോട്ടീസ് ലഭിക്കാം. ഇത് അവഗണിച്ചാൽ 5000 പൗണ്ട് വരെ പിഴയോ കോടതി നടപടിയോ നേരിടേണ്ടി വരും. ടൂൾ സ്റ്റേഷൻ വിദഗ്ധർ പറയുന്നത് ശബ്ദം, പ്രകാശം അല്ലെങ്കിൽ മലിനീകരണം എന്നിവ മറ്റുള്ളവരുടെ ജീവിതത്തെ ഗുരുതരമായി ബാധിക്കുന്നുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണെന്നാണ്. ശബ്ദം തുടർന്നാൽ പ്രാദേശിക കൗൺസിൽ ഔപചാരിക മുന്നറിയിപ്പ് നൽകും. പിഴ അടയ്ക്കാത്ത പക്ഷം കോടതിയിൽ 1000 പൗണ്ട് വരെ അല്ലെങ്കിൽ പരിധിയില്ലാത്ത പിഴ എന്നിവ ലഭിക്കാം. ശബ്ദ ഉപകരണങ്ങൾ കണ്ടുകെട്ടാനും അധികാരികൾക്ക് അവകാശമുണ്ട്. റെയിൽവേയായ LNER സ്വകാര്യ എതിരാളികളോട് മത്സരിക്കുമ്പോൾ 1.1 ബില്യൺ പൗണ്ട് വരുമാന നഷ്ടം നേരിടുമെന്ന് ഗവൺമെൻറ് പിന്തുണയുള്ള റിപ്പോർട്ട്. സർ കിയർ സ്റ്റാർമറുടെ റെയിൽവേ നാഷണലൈസേഷൻ പദ്ധതിക്ക് ഇത് തിരിച്ചടിയാണ്. 2018 മുതൽ സർക്കാർ നടത്തുന്ന LNER 2024 675 മില്യൺ പൗണ്ട് വരുമാനം നേടിയെങ്കിലും 39 മില്യൺ പൗണ്ട് സബ്സിഡി ആവശ്യമായിരുന്നു. ട്രെയിൻ ലൈൻ പോലുള്ള ആപ്പുകൾ സ്വകാര്യ കമ്പനികളായ ലൂമോ, ഹൾ ട്രെയിനുകൾ, ഗ്രാൻഡ് സെൻട്രൽ എന്നിവയുടെ കുറഞ്ഞ വിലയുള്ള ടിക്കറ്റുകളിലേക്ക് യാത്രക്കാരെ നയിക്കുന്നു. ജേക്കബ്സിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ വർഷം മാത്രം 87 മില്യൺ പൗണ്ട് സ്വകാര്യ കമ്പനികൾക്ക് നഷ്ടപ്പെടും. ഓപ്പൺ ആക്സസ് ഓപ്പറേറ്റർമാർ സർക്കാർ ഫ്രാഞ്ചൈസികളെ പോലെ സബ്സിഡി ആശ്രയിക്കാതെ യാത്രക്കാർക്ക് മത്സരാധിഷ്ഠിത നിരക്കുകൾ വാഗ്ദാനം ചെയ്യുന്നു. സ്വകാര്യ ഓപ്പറേറ്റർമാർ യാത്രക്കാർക്ക് കൂടുതൽ ഓപ്ഷനുകൾ നൽകുന്നുവെന്നും പൊതു ഫണ്ടിംഗ് ആവശ്യമില്ലാതെ പ്രവർത്തിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി. ഗവൺമെൻറ് ഗ്രേറ്റ് ബ്രിട്ടൻ റെയിൽവേ പരിഷ്കരണത്തിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് കരുതുന്നു. 2010 മുതൽ ലീഗൽ എയ്ഡിനായി അപേക്ഷിച്ചവരുടെ വ്യക്തിഗത വിവരങ്ങൾ, ക്രിമിനൽ റെക്കോർഡുകൾ ഉൾപ്പെടെ ഒരു സൈബർ ആക്രമണത്തിൽ മോഷ്ടിക്കപ്പെട്ടതായി UK-യിലെ ലീഗൽ എയ്ഡ് ഏജൻസി അറിയിച്ചു. ഏപ്രിൽ 23-ന് ആക്രമണം കണ്ടെത്തിയ ഏജൻസി നാഷണൽ ക്രൈം ഏജൻസിയുമായി ചേർന്ന് പ്രവർത്തിച്ചു. മെയ് 19-ന് ആക്രമണം പ്രതീക്ഷിച്ചതിലും വലുതാണെന്ന് മനസ്സിലായി. ഇത് ഓൺലൈൻ സേവനങ്ങൾ നിർത്തിവെക്കാൻ നിർബന്ധിതമാക്കി. മോഷ്ടിക്കപ്പെട്ട വിവരങ്ങളിൽ വിലാസങ്ങൾ, ജനന തീയതികൾ, ദേശീയ ID നമ്പറുകൾ, സാമ്പത്തിക വിവരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. LAയുടെ CEO ജെയിൻ ഹാർബോട്ടിൽ പറയുന്നത് നാഷണൽ സൈബർ സെക്യൂരിറ്റി സെന്ററിനൊപ്പം
തങ്ങൾ 24 മണിക്കൂറും സുരക്ഷ ശക്തമാക്കാൻ പ്രവർത്തിക്കുന്നതായി പറയുന്നു. ഓൺലൈൻ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും ലീഗൽ സപ്പോർട്ട് ആവശ്യമുള്ളവർക്ക് ബദൽ മാർഗങ്ങൾ ലഭ്യമാണ്. ഏപ്രിലിൽ ബ്രിട്ടീഷ് റീറ്റെയിലർമാരായ മാർക്സ് ആൻഡ് സ്പെൻസർ, കോഓപ്പ് എന്നിവയും സൈബർ ആക്രമണങ്ങൾ നേരിട്ടു. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ റാൻസം വെയർ ആക്രമണങ്ങളായിരുന്നു. കമ്പനികളുടെ സിസ്റ്റങ്ങൾ എൻക്രിപ്റ്റ് ചെയ്ത് പണം ആവശ്യപ്പെടുന്നുണ്ട്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ക്യൂ മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.